പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. വ്യാസ്, എന്തു പറ്റി നിനക്ക്? ദേഷ്യത്തിൽ കയറി വരുന്ന തൻ്റെ മകനെ കണ്ട അശോകൻ സംശയത്തിൽ ചോദിച്ചു. ആ നശിച്ചവൾ കൊടുക്ക തായ്സ. അവൻ ആ ഡേവിഡിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ അവൾ ഇന്നത്തോടെ തീർന്നേനെ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അശോകന്റെ ചോദ്യം കേട്ടതും വ്യാസും ഇത്രയെ കണ്ടതും അവളെ വണ്ടിയിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതും അതിനിടയിൽ ഡേവിഡ് വന്നതുമെല്ലാം അശോകനോട് പറഞ്ഞതും അയാൾ വ്യാസിന്റെ മുഖം അടച്ചൊന്ന് കൊടുത്തു. നിനക്ക് എന്താ വ്യാസ്, തീരെ ബുദ്ധിയില്ലേ? അവൾക്ക് വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ കളിച്ചതെല്ലാം വെറുതെ ആയിരുന്നു. അച്ഛനെ നശിച്ച ബുദ്ധി കാരണ എനിക്ക് അവളെ നഷ്ടമായത്. അല്ലെങ്കിൽ അവളിപ്പോ എന്റെ കാൽച്ചുവട്ടിലുണ്ടാകുമായിരുന്നു. ആ നായിന്റെ മോൾ എന്റെ മുഖത്ത് നോക്കി പറയുവാ അവളുടെ ഉള്ളിലിപ്പം ഞാനില്ല, മരിച്ചു എന്ന്. വ്യാസ് ദേഷ്യത്തിൽ അടുത്ത ഫ്ലവർ വൈസ് എടുത്ത് താഴേക്ക് എറിഞ്ഞുടച്ചു. എടാ, അതവൾ വെറുതെ പറഞ്ഞതാകും. അല്ല, ഡേവിഡിനെ കാണുമ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങുന്നത് ഞാൻ കണ്ടതാ. പക്ഷെ അവൻ അവളെ അംഗീകരിക്കാൻ പറ്റില്ല. എന്നാലും എനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടാൻ ഞാൻ അനുവദിക്കില്ല. എങ്ങനെയെങ്കിലും തീർക്കും ഞാൻ അവളെ. എടാ വ്യാസ്, നീ എടുത്തു ചാടി ഓരോന്ന് പ്രവർത്തിക്കും മുമ്പ് കോടികൾ വരുന്ന അയ്യരുടെ പകുതി സ്വത്തിന്റെ അവകാശം അവൾക്കാണെന്ന കാര്യം മറക്കണ്ട. അവളെ നിനക്ക് തന്നെ കിട്ടും. അതിനുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അത് പറഞ്ഞ അശോകൻ എന്തൊക്കെയോ അവന് പറഞ്ഞു കൊടുത്തതും അശോകൻ പറഞ്ഞതൊക്കെ ആലോചിച്ച് വ്യാസിന്റെ ചുണ്ടിൽ ഗൂഢമായൊരു പുഞ്ചിരി വിരിഞ്ഞു. പിറ്റേന്നായപ്പോഴേക്കും മിത്രയുടെ പനി കുറഞ്ഞിരുന്നു. എങ്കിലും അവളെ ക്ലാസ്സിന് പോകാൻ അനുവദിച്ചിരുന്നില്ല. സൂപ്പർ മാർക്കറ്റിൽ വേറെയും ആളുകളുള്ളത് കൊണ്ട് ഐസക്കായിരുന്നു മിത്രക്ക് കൂട്ടായി നിന്നത്. രാവിലെ എല്ലാവരും പോയതും മിത്ര കുളിച്ച് റെഡിയായി ഒരു ദാവണിയും കൊടുത്ത് ഐസക്കിന്റെ അരികിലേക്ക് ചെന്നു. അപ്പച്ചാ, മിത്രയുടെ വിളി കേട്ടതും മുമ്മറത്തിരുന്ന് പത്രം വായിച്ചു കൊണ്ടിരുന്ന ഐസക്ക് തലയിരുത്തി അവളെ നോക്കി. ഇത് എങ്ങോട്ടാ കൊച്ചേ? അപ്പച്ചാ, ഞാൻ ക്ഷേത്രം വരെ പൊക്കോട്ടെ, വേഗം വരാം. ഇന്ന് പോണോ മോളെ? പനി ശരിക്കും മാറിയിട്ടൊക്കെ പോയാ പോരെ? എനിക്കിപ്പോ പനിയൊന്നും ഇല്ല അപ്പച്ചാ, ഒക്കെ മാറി. ഞാൻ പോട്ടെ, വേഗം വരാം പ്ലീസ്. ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പോയി വന്നോളാം. എന്നാ എൻ്റെ സ്കൂട്ടർ എടുത്തോ. താങ്ക്സ് അപ്പച്ചാ. താങ്ക്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ, എവിടെയും തങ്ങാതെ വേഗം കൊണ്ട് വന്നോളണം. വന്നോളാമേ. എന്നാ ഓക്കെ. ഐസക്ക് പറഞ്ഞത് കേട്ട് മിത്ര ചിരിയോടെ കൈവീശി കാണിച്ച് സ്കൂട്ടർ എടുത്ത് ക്ഷേത്രത്തിലേക്ക് പോയി. മിത്ര തൊഴുതിറങ്ങുമ്പോഴാണ് ക്ഷേത്രത്തിലേക്ക് വരുന്ന മോഹിനിയെ കാണുന്നത്. അമ്മ. അവരെ കണ്ടത് നിറഞ്ഞ കണ്ണുകളോട് വിളിച്ചുകൊണ്ട് അവിടെ അടുത്തേക്ക് ഓടി. അവരൊരുക്കെ പുണർന്നതും പെട്ടെന്നായതുകൊണ്ട് മോഹിനി ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും തന്നെ വരിഞ്ഞു മുറുക്കി പുറന്നു നിൽക്കുന്ന മിത്രയെ കണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ പെട്ടെന്ന് അവരവളെ തള്ളി മാറ്റിയതും മിത്ര വേദനയോടെ അവരെ നോക്കി. അമ്മ, ഉനക്ക് എന്മേൽ കോപം താനേ? മോഹിനി അടർത്തി മാറ്റിയത് മിത്ര നോവോട് അവരോട് ചോദിച്ചതും മോഹിനി അവളുടെ കൈയും പിടിച്ചൊരു ഭാഗത്തേക്ക് മാറി നിന്നു. അപ്പടിന്ന് സൊല്ലാമേ കണ്ണേ, ഉന്മേൽ എനിക്ക് യാതൊരു കോപമില്ലേ. നീ എൻ ചെല്ലം താനേ, എൻ കുറുമ്പിപ്പെണ്ണ്. മിത്രയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട മോഹിനി അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖമാട്ടിക്കൊണ്ട് പറഞ്ഞതും മിത്ര അവരെ എഴുകപ്പെടുന്ന കവളിൽ ചുംബിച്ചു. ഉൻ അപ്പയും കൂടെ വന്നിരിക്കേ, ഞാൻ ഉങ്കിട്ട് പേസിന് പാത്താ അവങ്ങൾക്ക് എന്നെ സണ്ടായി പോതും. ഉൻ അപ്പാക്കും മണ്ണാക്കും ഇപ്പോഴും ഉന്മേലെ കോപമായിരിക്ക്. ചുറ്റും നോക്കി അയ്യർ തങ്ങളെ കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി മോഹിനി മിത്രയോട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് തെരിയും, ഞാൻ എന്താ തപ്പ് ചെയ്യില്ലേ അമ്മ. മിത്ര സങ്കടത്തോടെ പറയുന്നത് കേട്ട് മോഹിനി അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. അമ്മ, ഉങ്ങൾക്ക് സൗഖ്യം താനേ? എനക്ക് നല്ലായിരിക്കേം കണ്ണേ, നീ അരികില്ല എന്നെ മട്ടാ ഇരിക്കാതെ. ഉനക്കെന്താ പക്ക സൗഖ്യമാ? എനിക്കവിടെ സുഖം തന്നെയാണ് അമ്മ. അങ്കയുള്ളവരെല്ലാം ரொம்ப നല്ലവർ. അവരൊക്കെ എന്നെ നന്നായി പാക്കരെ. അവൻ നമ്മുടെ ജാതിയോ മതമോ അല്ല, നമ്മുടെ പോലെ വലിയ പണക്കാരല്ല. പക്ഷേ മനസ്സ് മനസ്സിലാക്കാൻ അവർക്ക് പറ്റും. അവിടെയുള്ള എല്ലാവരും നല്ല സ്നേഹത്തിൽ തന്നെയാണ് കഴിയുന്നത്. എനിക്ക് അവിടെ ഒരു കുഴപ്പമില്ല. അത് പറഞ്ഞ് മിത്ര അവിടെയുള്ള എല്ലാവരെയും കുറിച്ച് അവരോട് പറഞ്ഞു. അവരെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ മുഖത്ത് സന്തോഷം തന്നെ മതിയായിരുന്നു. അവൾ അവിടെ ശരിക്കും സന്തോഷത്തിൽ തന്നെയാണെന്ന് മോഹിനിക്ക് മനസ്സിലാക്കാൻ. മോഹിനിയോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് മിത്രയുടെ ഫോൺ റിങ് ചെയ്തത്. സ്ക്രീനിൽ അപ്പച്ചനെന്ന് തെളിഞ്ഞു കണ്ടതും മിത്ര നാവ് കടിച്ച് വേഗം കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെച്ചു. ഇത് എവിടെയാ കൊച്ചേ? ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് സമയം എത്രയായി? എൻ്റെ അപ്പച്ച, ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയുള്ളൂ. ഐസക്കിന്റെ ആദ്യം നിറഞ്ഞ ശബ്ദം കേട്ട് മിത്ര കുഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു. ഇത്ര നേരമായിട്ട് ഇറങ്ങിയില്ലേ കൊച്ചേ? ഇല്ല, ഞാൻ എൻ്റെ അമ്മയെ കണ്ടു, അതാ വൈകി.
ഇപ്പൊ വരും. ആ എന്നാ ശരി, സൂക്ഷിച്ച് വന്നേക്കണേ. ഞാൻ കൊച്ചു കുഞ്ഞൊന്നല്ല, ഞാൻ ശ്രദ്ധിച്ച് വന്നോളാം. ഐസക്ക് പറഞ്ഞു കേട്ട് മിത്ര ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നീ ആയതുകൊണ്ടേ ഒരു കുഴപ്പമില്ലാതെ ഇവിടെ എത്തും വരെ ഒരു സമാധാനമല്ലെന്നേ. മാതി എന്നെ കളിയാക്കിയത്, ഞാൻ വേഗം വരാം. കുഞ്ഞൊരു ചിരിയോട് അതും പറഞ്ഞ് മിത്ര ഫോണ് വെച്ചു. അപ്പച്ചനാ, എന്നെ കാണാണ്ട് വിളിച്ചതാ, ഞാൻ പോയിട്ട് വരാമ്മ, അപ്പുറം പാക്കലാം. മിത്ര അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് യാത്ര പറഞ്ഞതും മോഹിനി സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവളുടെ മുഖത്ത് ചുംബിച്ചു. തന്നോട് യാത്ര പറഞ്ഞു പോകുന്ന മിത്രയെ നോക്കി നിറഞ്ഞ കണ്ണുകൾ സാരിത്തലപ്പിൽ തുളച്ച് അവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിപ്പോയി. മിത്ര ക്ഷേത്രത്തിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങുമ്പോൾ കണ്ടിരുന്നു കാറിൽ ചാരി നിൽക്കുന്ന അയ്യരുടെ നോട്ടം മിത്രയിലെത്തിയതും വേഗം തന്നെ അയാൾ ദേഷ്യത്തിൽ മുഖം പിടിച്ചതും മിത്ര ഒരു പൂച്ചച്ചിരിയോടൊരു കൂസലുമില്ലാതെ ഐസക്കിന്റെ സ്കൂട്ടിയും എടുത്ത് അവിടുന്ന് ഓടിച്ചു പോയിരുന്നു. ഓ വന്നോ, അമ്മയെ കണ്ടപ്പോ ഇവിടെ ഉള്ളവരൊക്കെ മറന്നോ? മിത്ര വരുന്നത് കണ്ട് ഐസക്ക് പറഞ്ഞു. അങ്ങനെ ഞാൻ മറക്കോ എൻ്റെ അപ്പച്ചനെ? മിത്ര അയാളുടെ മീശയിൽ പിടിച്ച് വലിച്ച് പറഞ്ഞു. കൊച്ചേ, അടി മേടിക്കുന്നീട്ടോ. മിത്ര കൈവിട്ടതും ഐസക്ക് മീശ തടവിക്കൊണ്ട് പറഞ്ഞു. അല്ല കൊച്ചേ, ഇന്ന് പായസമൊന്നും കിട്ടിയില്ലേ? ഞാൻ വാങ്ങാതെ പോന്നത്. മോശമായി പോയിട്ടോ. ഒരു മോശമല്ല, അപ്പച്ചന്റെ ഷുഗർ കൂടിയാലേ സാർ എന്നെയാ വഴക്ക് പറയാ, അതുകൊണ്ടാ പായസം വാങ്ങാതെ പോകുന്നത്. നിന്നോടൊക്കെ കർത്താവ് ചോദിക്കൂടി. ആയിക്കോട്ടെ, ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞോണ്ട് ഞങ്ങളുടെ അപ്പന് ഷുഗറാണെന്ന കാര്യം. ചിരി അടക്കിക്കൊണ്ട് പറഞ്ഞ് അവൾ ഉള്ളിലേക്ക് പോയി. ഡാനിയും കുഞ്ഞുണ്ടും വരുന്നവരെ മിത്ര ഐസക്കിനെ വെറുപ്പിച്ചും പറമ്പിലൂടെയൊക്കെ ചുറ്റിക്കറങ്ങിയും ഉറങ്ങിയും സമയം തള്ളി നീക്കി. സൺഡേ ആയതുകൊണ്ട് ജോലിയെല്ലാം തീർത്ത് ഉമ്മറത്തിരുന്ന് ക്യാരംസ് കളിക്കുകയായിരുന്നു മിത്രയും കുഞ്ഞുണ്ടും ഡാനിയും. ഡേവിഡും അപ്പച്ചനും കൂടി വീടിന്റെ പിന്നിലുള്ള പറമ്പിനെ തേങ്ങിനും തടവിണ്ട പണിയിലാണ്. മുറ്റത്തേക്ക് ബൈക്ക് വരുന്ന ശബ്ദം കേട്ട് നോക്കുമ്പോൾ കാണുന്നത് ധ്യാനിയാണ്. ആഹാ, ഇതെന്താ കയ്യില്? ബൈക്കിൽ നിന്നും വലിയൊരു കവറുമായി ഇറങ്ങി വരുന്ന ധ്യാനിനെ കണ്ട് ഇരുന്നേരത്തും എഴുന്നേറ്റ് മിത്ര ചിരിയോട് ചോദിച്ചു. ഏതായാലും നിനക്ക് പറ്റിയതല്ല, ഓർക്കാണ്. അയ്യേ ബ്ലാ. കവറ് വാങ്ങാൻ വന്ന മിത്ര ധ്യാൻ പറഞ്ഞത് കേട്ട് വാപൊത്തി പിടിച്ചു നിന്നു. അപ്പോഴേക്കും ബൈക്കിന്റെ ശബ്ദം കേട്ട് ഡേവിഡും അപ്പച്ചനും അങ്ങോട്ട് വന്നിരുന്നു. ധ്യാനും മിത്ര എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്നൊക്കെ അറിയാം. ധ്യാൻ പെയിൻ ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്ന വീട്ടിൽ പോർക്കും ബീഫൊന്നും കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കുള്ള ഞായറാഴ്ചകളിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരും. പിന്നെ അതെല്ലാം ഉണ്ടാക്കി കഴിച്ചിട്ട് വൈകിട്ടാണ് പോകാറ്. എല്ലാവരും കൂടി കിച്ചണിൽ കയറിയതും മിത്ര അതിന്റെ സ്മെല്ല് പിടിക്കാത്തത് കാരണം മാറി നിന്നു. അവൾക്ക് കൂട്ടിന് കുഞ്ഞുട്ടിനും എല്ലാം റെഡിയായി കഴിക്കാനിരിക്കുമ്പോൾ മിത്രയ്ക്ക് വേണ്ടി മസാല ദോശ ഉണ്ടാക്കിയിരുന്നു. ഡേ രാധുവേ. പിറ്റേന്ന് ബ്രേക്കിന് ലൈബ്രറിയിൽ ഇരിക്കുന്നതിനിടയിൽ മിത്ര അവിടുന്ന് ആരില്ലെന്ന് ഉറപ്പ് വരുത്തി തൻ്റെ അടുത്തിരുന്ന് ബുക്ക് വായിക്കുന്ന രാധുവിനെ വിളിച്ചു. എന്താടി? ഇന്നലെ വീട്ടിലേക്ക് ധ്യാൻ സാർ വന്നിരുന്നു. ഓ എന്റെ കുഞ്ഞ്, നീ ഇത് എത്രാമത്തെ വട്ടായി എന്നോട് ഈ പറയുന്നത്? അതല്ലടി, ഇന്നലെ അപ്പച്ചനെ സാറിനോട് വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു. ആണോ? എന്നിട്ട് അങ്ങേരെന്ത് പറഞ്ഞടി? മിത്ര പറഞ്ഞത് കേട്ട് രാധു ആവേശത്തോടെ ചോദിച്ചു. നാട്ടില് സാറിന് അച്ഛനും അമ്മയും കല്യാണം ആലോചിക്കുന്നുണ്ട്. സാറിന്റെ അച്ഛനും അമ്മക്ക് ഏതൊരു കുട്ടിയെ ഇഷ്ടമായിട്ടുണ്ട്. ചിലപ്പോൾ ഉടനെ കല്യാണം ഉണ്ടാകുന്നൊക്കെ പറഞ്ഞു. സാറിന് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ലെന്നും പറഞ്ഞു. ശരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞോ? മിത്ര പറഞ്ഞത് കേട്ട് രാധു നഖം കടിച്ചുകൊണ്ട് ചോദിച്ചു. നിനക്കെന്താ എന്നെ വിശ്വാസമല്ലേ? വിശ്വാസമൊക്കെ ഉണ്ട്, എന്നാലേ ഇത് സത്യമാണ്. ചിലപ്പോൾ ഉടനെ സാറിന്റെ കല്യാണമൊക്കെ ഉണ്ടാകും. അങ്ങനെയാണ് ഞാനയാളെ കൊല്ലും. അത് പറഞ്ഞ് രാധ എൻ്റെ അടുത്ത് ചാടി എഴുന്നേറ്റു. എടി നീ ഇത് എങ്ങോട്ടാ? ഞാനാണെന്ന് കണ്ടിട്ട് വരാം. അങ്ങയുടെ വിവാഹം ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ദേഷ്യത്തോടെ പറഞ്ഞ് രാധു ലൈബ്രറിയിൽ നിന്ന് ചാടിത്തുള്ളി പുറത്തേക്ക് പോയി. എന്റെ ദൈവമേ, ഈ പെണ്ണിനി എന്തൊക്കെയാണ് ഒപ്പിച്ചു വെക്കുന്നത്? ആ ഭ്രാന്തിയോടൊക്കെ പറയുമ്പോൾ എന്നെ വേണം ആദ്യം അടിക്കാൻ. രാധ പോയ വഴിയെ നോക്കി തലക്ക് കൈ കൊടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു. ലൈബ്രറിയുടെ വാതിലടയുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ മിത്ര കാണുന്നത് ലൈബ്രറിയുടെ ഡോർ അടച്ച് ലോക്ക് ചെയ്ത് തന്റെ നേരെ നടന്നു വരുന്ന വ്യാസിനെയാണ്. സാർ എന്തേ കാണിക്കുന്നത്? വാതി തുറക്ക്, എനിക്ക് പോണം. ഷർട്ടിന് 2 ബട്ടൺസൊക്കെ അടിച്ച് മുടിയെല്ലാം കൈകൊണ്ട് അലോങ്കോലമാക്കി തന്റെ നേരെ വരുന്ന വ്യാസിനെ കണ്ട് പതറിക്കൊണ്ട് മിത്ര പറഞ്ഞു. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേ, ഞാൻ നിന്നെ കാണാൻ വന്നതല്ലേ ഉള്ളൂ. വ്യാസ് അവളുടെ അടുത്തേക്ക് എത്തി പറഞ്ഞതും മിത്ര അവനെ മൈൻഡ് ചെയ്യാതെ ഡോർ തുറക്കാൻ പോയതും അവളുടെ പ്രവൃത്തി അവനെ ചൊടിപ്പിച്ചു. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എങ്ങോട്ടടി പൊന്ന മോളെ ഓടിപ്പോകുന്നത്? വ്യാസ് ദേഷ്യത്തിൽ അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് വലിച്ചു ചോദിച്ചു. വിട് സാർ, എനിക്ക് പോണം. മിത്ര അവന്റെ കയ്യിൽ കിടന്ന് കുതിരിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ വിട്ടുകളയാനല്ല മിത്ര ഞാൻ ഈ കണ്ട കളിയൊക്കെ കളിച്ചത്.
നിനക്കറിയോ അന്ന് നമ്മുടെ വിവാഹം മുടങ്ങാൻ കാരണം ഈ ഞാനാ. എന്റെ ചെറിയൊരു പാകപ്പെടാം. അത് കാരണം എനിക്ക് നിന്നെ നഷ്ടമായത്. ഞാൻ പറഞ്ഞിട്ടാ എന്റെ ആളുകൾ വിവാഹ തലേന്ന് രാത്രി നിന്നെ തട്ടിക്കൊണ്ടു പോയത്. പിന്നെ നിന്റെ കൈപ്പട കൊണ്ട് ലെറ്റർ എഴുതിയത് വരെ ഈ ഞാനായിരുന്നു. നീ മറ്റൊരുത്തന്റെ കൂടെ പോയി എന്ന് വരുത്തി തീർത്ത് നിന്റെ വീട്ടുകാരുടെ സിമ്പതി പിടിച്ചു പറ്റുക. പിന്നെ കാമുകൻ കളഞ്ഞിട്ട് പോയ നിന്നെ ഞാൻ വിവാഹം കഴിച്ച് കോടികൾ ആസ്തി വരുന്ന നിന്റെ തന്ത അയ്യരുടെ സ്വത്തുക്കൾ എന്റെയാക്കുക. പക്ഷേ അന്ന് നീ എന്റെ കൈവിട്ടു പോയി മിത്ര. ഇനി ഇത് ഉണ്ടാകില്ല. ഇന്നത്തോടെ നീ എന്റെ കയ്യിലൊത്തോടി. നിന്നെ ഇപ്പൊ ചേർത്ത് പിടിച്ചവർ തന്നെ നിന്നെ തള്ളി പറഞ്ഞിരിക്കും. വക്രചിരിയോടെ വ്യാസ് പറഞ്ഞത് കേട്ട് തകർന്നു പോയ മിത്ര അവസാനം അവൻ പറഞ്ഞത് കേട്ടൊന്നും മനസ്സിലാകാതെ അവനെ നോക്കി. ആ നിമിഷം തന്നെ വ്യാസ് അവളുടെ ഷോള് വലിച്ചെടുത്ത് ഒരു ഭാഗത്തേക്ക് എറിഞ്ഞതും മിത്ര ഞെട്ടി വ്യാസനെ നോക്കിയതും വ്യാസ് അവളുടെ കറുത്ത സ്റ്റിക്കർ ബോർഡിന്റെ മുകളിൽ ചന്ദനവും സിന്ദൂരവും കൂട്ടിക്കലത്തിയിട്ട് വരക്കുറി വിരൽ കൊണ്ട് മായ്ച്ചു. എന്നിട്ട് വിരലിൽ പറ്റിയത് അവനെ നെറ്റിയിൽ തേച്ച് പിടിപ്പിച്ചു. വ്യാസിന്റെ പ്രവൃത്തി കണ്ട് മിത്ര ഒന്നും മനസ്സിലാകാതെ അവനെ നോക്കി നിന്നു. പുറത്തു നിന്ന് ആരുടെയൊക്കെ ശബ്ദവും വാതിൽ തട്ടി വിളിക്കുന്ന ശബ്ദമൊക്കെ കേട്ടപ്പോൾ വ്യാസ് മിത്രയിലുള്ള പിടിവിട്ട് സ്വയം ചുണ്ടുകൾ കടിച്ചു പൊട്ടിച്ച് ഡോർ തുറക്കാനായി പോയതും മിത്ര വ്യാസിന്റെ ചതി മനസ്സിലായതുപോലെ മിത്ര തളർച്ചയോടെ നിറകണ്ണുകളുടെ ചുവരുകൾ ചാരി നിന്നു.